തലേന്ന് വൈകുന്നേരം പെട്ടെന്നൊരു തോന്നൽ, ഇന്നൊരു ട്രിപ്പ് പോയാലോ? ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കാട്ടിലൂടെ സഞ്ചരിക്കാൻ. മനസ്സിന് എപ്പോഴും പുതുമ നൽകുന്നവയാണ് യാത്രകൾ. പല രീതിയിലുള്ള യാത്രകളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എങ്കിലും ഭൂരിഭാഗം സഞ്ചാരപ്രേമികൾക്കും താല്പര്യം വനഭംഗി ആസ്വദിച്ചുള്ള യാത്രകളാണ്. തിരക്കിട്ട നഗരങ്ങളിൽ നിന്നും ശാന്തമായ സ്ഥലം തേടി പ്രകൃതിയുടെ മടിത്തട്ടിലൂടെയുള്ള യാത്രയാണ് ഏറെ രസകരം. കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ടാവാം ഇത്തവണത്തെ യാത്ര. വണ്ടി നേരെ വയനാട്ടിൽ വിട്ടു. അവിടെ രാത്രി ഒരു റിസോർട്ടിൽ താമസിച്ചു. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് അവിടെ നിന്നും യാത്ര കേരളത്തിലെ ആദിവാസികളിൽ ഭൂരിഭാഗവും ഇന്ന് താമസിക്കുന്ന സുൽത്താൻ ബത്തേരി. വയനാട് ജില്ലയിലെ ഒരു കാലത്ത് മലബാർ മേഖലയിലെ തത്തപ്രദമായ സ്ഥലമെന്നറിയപ്പെട്ടിരുന്നു. ഈ സുൽത്താൻ ബത്തേരി ഇന്ന് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണവും ടൂറിസത്തിനും വാണിജ്യ പ്രവർത്തനങ്ങൾക്കും പേര് കേട്ടതുമാണ്. കാനനപാതകൾ, തിളങ്ങുന്ന അരുവികൾ, നദികൾ, മലനിരക്കുകൾ, പച്ചപ്പ് നിറഞ്ഞതാണ്. മുത്തങ്ങ ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കി നീങ്ങി. അതിരാവിലെ പാതി സൂര്യപ്രകാശത്തിൽ വെളിച്ചം കടന്നു വരാൻ മടിക്കുന്ന കൊടുങ്കാട്ടിലെ കാനനപാതയിലൂടെ അതിരാവിലെയുള്ള സഞ്ചാരം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ്. മാനുകളുടെയും വാനന്മാരുടെയും യഥേഷ്ടം വഹിരിക്കുന്ന കാഴ്ച, ചീവീടിൻ്റെ ശബ്ദം, പക്ഷികളുടെ കളകളാ ശബ്ദം. ആ പുലർകാല കാനനയാത്രയിൽ ആദ്യം ലക്ഷ്യം കർണാടകയിലെ കാർഷിക ഗ്രാമമായ ഗുണ്ടൽപേട്ടയാണ്. മുത്തങ്ങ വനയാത്ര ചെന്ന് അവസാനിക്കുന്നത് പൂപ്പാടങ്ങൾ കഥ പറയുന്ന മധൂർ എന്ന ഗ്രാമത്തിലാണ്. പാതയ്ക്ക് ഇരുവശവും നിറയെ പൂപ്പാടങ്ങൾ. ഗുണ്ടൽപേട്ടിലേക്ക് പ്രവേശിച്ചു. പാതയ്ക്ക് അരികിലായി ഏക്കർ കണക്കിന് ചെണ്ടുമല്ലിതിരികളും സൂര്യകാന്തികളും കാറ്റിൽ ഇളകിയാടി നൃത്തം വെക്കുന്ന കാലം അതാണ്. പഴമയും ഗ്രാമീണതയും ആസ്വദിക്കുന്ന ഒരാൾക്ക് കണ്ണിനും മനസ്സിനും കുളിരേകുന്നതിനാൽ യാതൊരു സംശയവുമില്ല. വഴിയരികിൽ കൃഷി ചെയ്ത മാങ്ങ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്. ഗുണ്ടൽപേട്ടിൻ്റെ ഗ്രാമീണത ആവോളം നുകർന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും മറ്റൊരു കാനനപാതയായ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്ക് പ്രവേശിച്ചു. കൂട്ടിൽ അടക്കാതെ സർവ്വസ്വതന്ത്രമായി വളരുന്ന വന്യമൃഗങ്ങളെ കണ്ടു. പാതയിലാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ചെറുതും വലുതുമായ മരങ്ങൾക്കിടയിൽ പാമ്പ് പോലെ പുളഞ്ഞു പോകുന്ന റോഡിലൂടെയാട്ട യാത്ര തുടരുന്നത്. 1.5 കിലോമീറ്ററോളം കാട് തന്നെയാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലെത്തുന്ന സഞ്ചാരികൾക്ക് ടൂറിസം വകുപ്പ് ട്രക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കാട്ടിലൂടെയുള്ള യാത്രകൾ കൂട്ടമായി നിൽക്കുന്ന മാനുകളെയും മരച്ചില്ലകളിൽ ചാടിക്കളിക്കുന്ന കുരന്മാരെയും കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ മറ്റു മൃഗങ്ങളെയും കാണാം. ഞങ്ങൾ 12 മണി അവിടെ എത്തിച്ചേർന്നത്. ഇനിയും സഫാരി 2:30-നാണ്. അത്രയും ടൈം നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. മുതുമല എന്ന പുരാതന മലനിരകൾ എന്നാണ് അർത്ഥം. നീലഗിരിയിൽ അറിയപ്പെടുന്ന മുതുമല ടൈഗർ റിസർവ് പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമാണ്. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ബന്ദിപ്പൂർ ടൈഗർ റിസർവുമായി അതിർത്തി പങ്കിടുന്ന മുതുമലയിൽ നിന്നാണ്. ബന്ദിപ്പൂരിൽ നിന്ന് 15 കിലോമീറ്ററേ ഉള്ളൂ മുതുമലക്ക്. നല്ല കാലാവസ്ഥയാണെങ്കിൽ രാവിലെ 6 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 6 വരെയും ജംഗിൾ സഫാരിയും എലഫന്റ് റൈഡും നടത്താം. ബസ്സിലും ജീപ്പിലുമാണ് കാനനയാത്ര. ബസ്സിൽ 1 മണിക്കൂറും ജീപ്പിൽ 1.5 മണിക്കൂറും കാട്ടിലൂടെ സഞ്ചരിക്കാം. ഒന്ന് കറങ്ങി വന്നാലോ? വീതിയില്ലാത്ത കാട്ടുപാതയിലൂടെ ഇടയ്ക്ക് ഇടത്തോട്ട്, പിന്നെ വലത്തോട്ട്, പിന്നെ വീണ്ടും ഇടത്തോട്ട്, അങ്ങനെ മുന്നോട്ട് പായുന്നതിനിടെ സദാശിവം വണ്ടി നിർത്തും. ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. ആവശ്യത്തോടെ വലിയ ക്യാമറ എടുത്ത് ഫോട്ടോഗ്രാഫറും ചങ്ങായിമാരൊക്കെ ചുറ്റും നോക്കി. ഒന്നും കാണുന്നില്ലല്ലോ. പറപ്പിക്കുകയാണ് ആശാൻ. ഞങ്ങൾ പരസ്പരം നോക്കി. ബസ്സുകളും ജീപ്പുകളും പല വഴിക്ക് പിരിഞ്ഞു. മാൻകൂട്ടങ്ങൾ അവിടെവിടെയായി പ്രത്യക്ഷപ്പെട്ടു. ഫാഷൻ ഷോ നടത്തി മയിലുകളും കടന്നു പോയി. മരത്തിലേക്ക് നോക്കിയിരുന്നോളൂ, പുള്ളിപ്പുലി ഉണ്ടാവും. എല്ലാവരുടെയും നോട്ടം മരച്ചില്ലുകൾക്കായി. ആഗ്രഹങ്ങൾ ഇനിയും ബാക്കി. ഒരു കാട്ടുപോത്തിനെ പോലും കണ്ടില്ലല്ലോ. ഇത്തിരി മുന്നോട്ട് പോയതും വയ്യരികിൽ അതാ ഒറ്റയാൻ. തലയനക്കാതെ ചെവിട്ട് വട്ടം പിടിച്ച് തുമ്പയ്ക്കായി ഭൂമിയിൽ തലോടി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സമയം അവസാനിച്ചു. കാട്ടുപാതയിലൂടെ ആടിയൂലിൻ്റെ ഹൈവേയിലൂടെ തിരികെ റിസപ്ഷനിലേക്ക് എത്തി. മുതുമല നാഷണൽ പാർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം മസിനക്കുടിയാണ്. മസിനക്കുടിയിൽ ഏത് സമയം പോയാലും ആനകളെയും കാട്ടുപോത്തുകളെയും മയിലുകളെയും വളരെയധികം മാൻകൂട്ടങ്ങളെയും കാണുവാൻ സാധിക്കും. പക്ഷേ സമയം പരിമിതമായതുകൊണ്ട് ഞങ്ങൾ യാത്ര നാട്ടിലോട്ട് തിരിച്ചു.
മരങ്ങളിലും മോട്ടിലും കുരങ്ങന്മാർ ഓടി നടന്ന് കുസൃതി കാട്ടുന്നു. ഇത്തിരി മാറിയൊരു മാഞ്ചുവട്ടിൽ പരസ്പരം പേ നോക്കിയും താലോടിയും റൊമാൻസ് പങ്കിടുന്ന കപിദമ്പതികൾ. കുഞ്ഞുങ്ങളെ മാറത്തടിക്ക് പിടിച്ച് നടക്കുന്ന അമ്മ കുരങ്ങന്മാർ. കുഞ്ഞിനെ താഴെ വെച്ച് ഒരുത്തി പാഞ്ഞെടുത്തു. പഴം എറിഞ്ഞു കൊടുത്തപ്പോൾ ഉയർന്ന് ചാടി ക്യാച്ച് ചെയ്തു. ഒരുപാട് നല്ല നിമിഷങ്ങളായിരുന്നു ആ യാത്ര. ഇനിയും ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.